അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അഹങ്കാരത്തിനുമേൽ ഇറാൻ എന്ന കരുത്തുറ്റ രാഷ്ട്രം തീർക്കുന്ന പ്രതിരോധ കോട്ടകളെ തകർക്കുക എന്നത് വെറുമൊരു പകൽക്കിനാവ് മാത്രമാണെന്ന് അടിവരയിടുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെ വിറപ്പിക്കുന്ന സൈനിക ശക്തിയെന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയുടെ ഏത് നീക്കത്തെയും ചാരമാക്കാൻ കെൽപ്പുള്ള ഇറാനിയൻ സൈന്യത്തിന്റെ പക്കൽ നിന്നും 1000 പൗണ്ട്, അതായത് ഏകദേശം 453.5 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ ഹൈ റിസ്ക് പ്ലാനുകൾ കേവലം ഒരു പകൽക്കിനാവ് മാത്രമാണെന്ന് ഓരോ പുതിയ സംഭവ വികാസങ്ങളും തെളിയിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പരിഗണിക്കുന്ന ഈ അതീവ അപകടകരമായ നീക്കം ഇറാന്റെ മണ്ണിൽ കാലുകുത്തിയാൽ തിരിച്ചുപോക്ക് അസാധ്യമാകുമെന്ന തിരിച്ചറിവിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരെ പോലും ഭയപ്പെടുത്തുകയാണ്. ദിവസങ്ങളോളം ഇറാന്റെ അതിർത്തിക്കുള്ളിൽ തങ്ങേണ്ടി വരുന്ന ഏതൊരു അമേരിക്കൻ സൈനികനും നേരിടേണ്ടി വരിക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അന്ത്യമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. എന്നാൽ ഈ നീക്കം നടപ്പിലാക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കത്തുന്ന കനലിന് മുകളിലൂടെ ഒരു നടത്തമാണ്. കാരണം ഈ ഓപ്പറേഷനായി അമേരിക്കൻ കമാൻഡോകൾക്ക് ഇറാനിയൻ ഭൂപ്രദേശത്തിനുള്ളിൽ ദിവസങ്ങളോളം തങ്ങേണ്ടി വരുമെന്നത് ദൗത്യത്തിന്റെ അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള ഈ നേരിട്ടുള്ള കടന്നുകയറ്റം ഒരുപക്ഷെ ലോകത്തെ മറ്റൊരു മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന പ്രത്യാഘാതങ്ങളാണ് വിളിച്ചു വരുത്തുക. കേവലം ഒരു സൈനിക നടപടി എന്നതിലുപരി വരും തലമുറകളുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ തന്ത്രപരമായ നീക്കം അമേരിക്കയുടെയും ഇറാന്റെയും ശക്തി പരീക്ഷണത്തിലെ ഏറ്റവും ഭീതിജനകമായ അധ്യായമായി മാറുകയാണ്. പെന്റഗൺ ഉൾപ്പെടെയുള്ള ലോകോത്തര സൈനിക ഏജൻസികൾ ഈ ദൗത്യത്തിനായി വിവിധ പ്ലാനുകൾ തയ്യാറാക്കി വച്ചിട്ടുണ്ടെങ്കിലും ഒരൊറ്റ പിഴവ് മതി പശ്ചിമേഷ്യയെ ഒന്നാകെ ചാമ്പലാക്കാൻ. അതുകൊണ്ട് തന്നെ അന്തിമ തീരുമാനമെടുക്കാൻ അമേരിക്ക ഇപ്പോഴും വിയർക്കുകയാണ്. ഇറാന്റെ അതിശക്തമായ പ്രതിരോധ കോട്ടകൾ ഭേദിച്ച് ഈ 1000 പൗണ്ട് യുറേനിയം കടത്തുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും. ഈ നീക്കം യാഥാർത്ഥ്യമായാൽ അത് ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാന്റെ ആണവശേഷി സംബന്ധിച്ച ആശങ്കകൾ അമേരിക്ക ദിനംപ്രതി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഈ നീക്കം ഒരു സൈനിക ഓപ്ഷൻ എന്നതിലുപരി നയതന്ത്ര സമ്മർദ്ദത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഇറാൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കാൻ യുറേനിയം കൈമാറാൻ നിർബന്ധിതരാക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ മറ്റൊരു ലക്ഷ്യം. ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ലക്ഷ്യം കൈവരിക്കാമെന്ന സന്ദേശം നൽകുന്നതിനും ഈ നീക്കങ്ങൾ സഹായമാകുന്നു. എന്നിരുന്നാലും പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇടപെടുന്ന സാഹചര്യത്തിലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമല്ലാത്തത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇറാന്റെ ആണവ സ്റ്റോക്ക് ഫയൽ സംബന്ധിച്ച കണക്കുകൾ തന്നെയാണ് ഈ ആശങ്കകളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത്. ഏകദേശം 60% വരെ സമ്പുഷ്ടീകരിച്ച 100 കണക്കിന് കിലോഗ്രാം യുറേനിയവും 20% നിലയിലുള്ള വലിയ ശേഖരവും ഇറാന്റെ കൈവശമുണ്ടെന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ തോതിലുള്ള സമ്പുഷ്ടീകരണം ആയുധ ഗ്രേഡിലേക്കുള്ള വഴിയെക്കുറിച്ച് ചുവടുകൾ മാത്രം ദൂരെയാക്കി നിർത്തുന്നതാണ്. അതിനാൽ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇതൊരു തന്ത്രപ്രധാന ഭീഷണിയായി കാണുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സൈനിക ഇടപെടലിന്റെ യാഥാർത്ഥ്യ സാധ്യതകൾ വിലയിരുത്തുമ്പോൾ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അത്ര ലളിതമായി തകർക്കാനാവാത്തവയാണെന്ന് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. ഭൂഗർഭ തുരങ്കങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന മിസൈൽ നഗരങ്ങൾ, ശക്തമായ കോൺക്രീറ്റ് ബങ്കറുകൾ, അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ചേർന്നതാണ് ഇറാൻ തങ്ങളുടെ സൈനിക കരുത്ത് ഉറപ്പിച്ചിരിക്കുന്നത്. ഒരു മാസം നീണ്ടുനിന്ന വ്യോമാക്രമണങ്ങൾക്ക് പോലും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയെ നിർണായകമായി ബാധിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഈ പ്രതിരോധത്തിന്റെ ശക്തി തെളിയിക്കുന്നതാണ്. ഇറാന്റെ സൈനിക തന്ത്രങ്ങൾ റഡാറുകളെയും ഉപഗ്രഹ നിരീക്ഷണങ്ങളെയും പോലും മറികടക്കാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ സേന നേരിട്ട് പ്രവേശിക്കുന്ന ഒരു സൈനിക നീക്കം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും. പേർഷ്യൻ ഗൾഫ് മേഖലയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളും കപ്പലുകളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഏതൊരു ഏറ്റുമുട്ടലിലും വേഗത്തിൽ വലിയ പ്രാദേശിക യുദ്ധമായി മാറാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതിനാൽ ഈ നീക്കം അമേരിക്കയ്ക്ക് മാത്രമല്ല മുഴുവൻ പശ്ചിമേഷ്യയ്ക്കും ഒരു അപകട സൂചനയായി കണക്കാക്കപ്പെടുന്നു. ചുരുക്കത്തിൽ യുറേനിയം പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കങ്ങൾ എത്രത്തോളം തന്ത്രപരമായ ആലോചനകളിൽ നിന്നുണ്ടായതാണെങ്കിലും ഇറാന്റെ സൈനികവും സാങ്കേതികവുമായ ശക്തി അവയെ പ്രായോഗികതയിൽ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഘടകങ്ങളായി നിറഞ്ഞതാണ്. സ്വന്തം ഭൂമിയെയും ആണവശേഷിയും സംരക്ഷിക്കാൻ ഇറാൻ സജ്ജമാണെന്നും അതിനുവേണ്ടി ദീർഘകാല പോരാട്ടത്തിനും തയ്യാറാണെന്നുമുള്ള സന്ദേശമാണ് പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ സൈനിക ശക്തി മാത്രം ആശ്രയിച്ച് ലക്ഷ്യം കൈവരിക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടൽ ഒരു പകൽക്കിനാവായി മാറാൻ സാധ്യതയുണ്ട്. ലോകരാഷ്ട്രീയത്തിൽ ശക്തി സമവാക്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ പ്രതിരോധ മനോഭാവത്തെയും തന്ത്രപരമായ ആഴത്തെയും കുറിച്ച് കാണുന്നത് തന്നെ വലിയ തെറ്റായി മാറുമെന്നാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം.